ഹലോ ഗായ്സ്, ഞാൻ ശ്യാമാസ് വ്ളോഗിലെ ശ്യാമയാണ്. ഇത് നമുക്കൊരു ഹെയർ പാക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് അതിനുള്ള ഇലകൾ പറിച്ചിട്ട് വരാം കേട്ടോ. വരൂ. നമുക്ക് ആദ്യം തന്നെ ഒരു പേരക്ക ഇല വലിക്കാം കേട്ടോ. പേരക്ക ഇല ഏറ്റവും നല്ലതാണ് മുടിക്ക്. എൻ്റെ ഇവിടെ ചെറിയൊരു മരമാണ്, ചെറിയൊരു തൈയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ അതിനെ പൊന്നുപോലെ സൂക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പേരക്കയിലയൊക്കെ ആദ്യം വലിക്കാം കേട്ടോ. അതിൻ്റെ കൂമ്പലയാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് അതൊക്കെ പൊട്ടിച്ചെടുക്കാം. നല്ലതാണ് കേട്ടോ മുടിക്ക് ഏറ്റവും നല്ലതാണ് ഈ പേരക്കയുടെ ഇല. താരനും മുടി വളരാനും എല്ലാം നല്ലതാണ് ഈ പാക്കിന്. പേരക്കയില നല്ല ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ചെറിയ ഒരു തൈയാണ് അത്. ഞാനിങ്ങനെ സൂക്ഷിച്ച് വളർത്തിയതാണ്. നല്ല ബലമുണ്ട്. നമുക്ക് അത്യാവശ്യത്തിനുള്ള പേരക്കയില, അത്യാവശ്യത്തിനുള്ള എല്ലാം നമ്മൾ വലിച്ചു. നമുക്കിനി അടുത്ത ഇല വലിക്കാം കേട്ടോ. നമ്മൾ അടുത്ത ഇല വലിക്കാൻ പോവുകയാണ് കേട്ടോ. അടുത്ത ഇല എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതാ നല്ല തൈയായിരുന്നു കേട്ടോ. അത് നല്ലൊരു മരമായിരുന്നു. അത് അങ്ങനെ ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമുക്കിനി കറിവേപ്പിൻ്റെ ഇല വലിച്ചെടുക്കാം കേട്ടോ. കറിവേപ്പിലയും മുടിക്ക് നല്ല കറുപ്പും നല്ല ഇടതൂർന്ന് വളരാനൊക്കെ നല്ലതാണ് കറിവേപ്പിൻ്റെ ഇല. അപ്പം അത് നമുക്ക് വലിച്ചെടുക്കാം. നമുക്ക് അടുത്തത് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. താഴെയുള്ള താഴെ നിന്നാൽ എത്തില്ല. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് വലിക്കാൻ കേട്ടോ. വലിയ കൊമ്പാണ്. അപ്പം നമുക്ക് അതൊന്ന് കുറച്ച് വലിച്ചെടുക്കാം. കിട്ടി ഗൈസ്, വളരെ ബുദ്ധിമുട്ടിയിട്ടായാലും കിട്ടി. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. പാലക്കാട് നല്ല കാറ്റാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള വേപ്പിലയും കറിവേപ്പിലയും പിന്നെ പേരക്കയുടെ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉലുവ നേരത്തെ കുതിർത്താനിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. കുറച്ച് ഉലുവ ഒരു മണിക്കൂറിന് മുമ്പേ കുതിർത്താനിട്ടതാണ്. ഇത് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമാണ്. നമുക്കിതെല്ലാം ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആര്യവേപ്പിലയും കറിവേപ്പിലയും പിന്നെ പേരക്കയുടെ ഇലയും ഇതെല്ലാം ചേർത്തിട്ട് എല്ലാം നമുക്കൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം വേണ്ട കേട്ടോ. ഞാനിത് വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഒഴിച്ചതാണ്. വെള്ളം ഇത്രയും വേണ്ട. വെള്ളം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരയ്ക്കുമ്പോൾ ലൂസായി പോകും. അത് ഇത്തിരി കട്ടിയിൽ വേണം ഈ പാക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. അധികം വെള്ളം വേണ്ട. ഇത് നമുക്ക് അരച്ചിട്ട് കാണിക്കാം. അതായത് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാക്ക് നമുക്ക് ഒരു തുണിയിൽ വടികെട്ടിയിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ നാരും എല്ലാം നമ്മുടെ തലയിൽ കുടുങ്ങിയിട്ട് അത് കഴുകിയെടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം കിട്ടും. അതിൻ്റെ ഒരു എസൻസ് മാത്രം നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഈ പാക്ക് തലയിൽ ഇടാൻ പോവുകയാണ് കേട്ടോ. എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. തലയിൽ ഇത് തേക്കണം. അപ്പം നമ്മളിത് തലയിൽ തേക്കുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ തടവണം കേട്ടോ. വെളിച്ചെണ്ണ ഇടണം. എന്താ വെച്ചാൽ നമ്മുടെ പാക്കിൽ ഉലുവയൊക്കെ ചേർത്തത് കൊണ്ട് പാക്ക് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആദ്യം തലയിൽ തേക്കണം. ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. കേട്ടോ. അപ്പം വെളിച്ചെണ്ണ നമ്മൾ തലയിൽ നല്ലവണ്ണം തേച്ച് നമ്മൾ പിടിപ്പിക്കണം. എന്നിട്ട് വേണം നമുക്ക് പാക്ക് ഇടാനായിട്ട്. ഇല്ലെങ്കിൽ ഉലുവ ചേർത്തത് കൊണ്ട് പാക്ക് അത് ഇതായി പോകും. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. മുടി വെട്ടിയതാണ് കേട്ടോ. ഞാൻ മുടി കുറച്ച് ഉള്ളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നീളം കുറച്ച് വെട്ടിയതാണ്. ഈ പാക്ക് ഇടുന്നത് ഇനി മുടിക്കൊക്കെ വളരെ നല്ലതാണ് ഈ പാക്ക്. അപ്പോൾ അത് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് ആ പാക്ക്. ഇതാണ് അരച്ച പാക്ക്. അപ്പോൾ ഇത് നമുക്കിനി മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ.
നല്ലോണം നമ്മുടെ തലയോട്ടിയിൽ നല്ലോണം എത്തണ പോലെ വകഞ്ഞ് എല്ലായിടത്തും എത്തണ മാതിരി പാക്ക് നമ്മൾ തലയിൽ ഇടുക. അപ്പം പേരക്കയുടെ എല്ലാം മുടി വളരാനായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യണം. പിന്നെ കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാനും എല്ലാം നല്ലതാണ്. നല്ലവണ്ണം മുടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ. കറിവേപ്പിലയും നമ്മുടെ ഈ വേപ്പില ആര്യവേപ്പില എല്ലാം കൂടി തേച്ചിട്ട് നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ടൊരു മസാജ് കൊടുക്കണം കേട്ടോ. നല്ലോണം നമ്മുടെ തലയോട്ടിയിൽ ശരിക്ക് നമുക്കത് എത്തുക. ചെറുതായിട്ടൊരു മസാജ് കൊടുത്തിട്ട് നമുക്ക് ഈ മുടിയെ മൊത്തത്തിൽ കെട്ടിവെക്കാം. എല്ലാം തലയിൽ തേച്ച് ഇട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. ടാറ്റാ. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സി യു.